ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. അപ്പൊ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്നത് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ നമ്മള് നമുക്ക് എക്സാമിന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ നമ്മള് മാക്സിമം ഈസി ആയിട്ട് സോൾവ് ചെയ്യുക. ഏകദേശം കാണുമ്പോൾ നമുക്ക് അതിന്റെ സൊല്യൂഷൻ എന്താന്ന് കണ്ടുപിടിക്കാനായിട്ട് അറിയണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് വെൻ ഡയഗ്രാം വെച്ചിട്ട് ഞാൻ സോൾവ് ചെയ്ത് തരാം. അപ്പൊ അതിൽ ഫസ്റ്റ് എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ഡയഗ്രാം വന്നിട്ട്. അപ്പൊ എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഡയഗ്രാം നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ വെൻ ഡയഗ്രാം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ സ്ക്വയർ ടൈപ്പ് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് എ ഉണ്ട് ബി ഉണ്ട്. ഓക്കെ, എയും ബിയും ഉള്ള രണ്ട് സെറ്റുകളാണ് ഉള്ളത്. അത് രണ്ട് സെറ്റ് നമ്മൾ ഇന്റർസെക്ട് ചെയ്തിട്ടുള്ള രീതിയിൽ വരയ്ക്കണം. കാരണം എന്റെ കോമ്പിനേഷൻ ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ എ ആയിട്ട് കൺസിഡർ ചെയ്യണം. ദെൻ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് ബി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് ആയിട്ട് വരുന്നത്. കാരണം എന്താണ്, എനെ ബിയിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഇന്റർസെക്ഷന്റെ ആ ഒരു പോർഷൻ ഇവിടെ വരില്ല. ഓക്കെ, ഇനി അതേസമയം നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അത് നോക്കിക്കേ. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ്. അത് ബി കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷൻ മൊത്തത്തില് നമുക്ക് എന്താണ് വരുന്നില്ല അല്ലെ. അപ്പൊ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെറ്റ് തന്നെയായിട്ട് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കേസ് നമുക്ക് ഇവിടെ എന്താണ് ട്രൂ ആണെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് എ മൈനസ് ബി. എ മൈനസ് ബി നമ്മളിപ്പോ ഓൾറെഡി കണ്ടു. യൂണിയൻ ബി മൈനസ് സി, അത് എന്തായാലും നമുക്ക് എന്താണ് മാച്ചിങ് വരില്ല അല്ലേ. കാരണം എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ ആണെങ്കിൽ ബി മൈനസ് സി എന്ന് പറയുന്നത് ബി മാത്രം കളർ ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇങ്ങനെ വന്നു. അതിന്റെ യൂണിയൻ കാണുമ്പോൾ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് നമ്മുടെ രണ്ട് സെറ്റ് നമുക്ക് കളർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. ഈ ഒരു രീതിയിൽ വരും. അതായത് ഇന്റർസെക്ഷന്റെ പോർഷൻ മാത്രം കളർ ചെയ്യാത്ത രീതിയിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇന്റർസെക്ഷന്റെ പോർഷൻ നമുക്ക് ഇവിടെ അൺകളേർഡ് ആയിട്ട് ഇവിടെ വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ട് എന്ന് പറയുന്നത് എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും കാണാനാണ്. എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും കാണുമ്പോൾ എങ്ങനെ വരും? വളരെ ഈസി ആയിട്ടുള്ള ഡയഗ്രാം അല്ലേ. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ വരും? എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഈ എയും ബിയും ഒരുമിച്ച് എന്നുള്ള രീതിയിൽ ഇത് മൊത്തത്തിൽ നമുക്ക് കളറിങ് ആയിരിക്കും അല്ലേ. എ യൂണിയൻ ബിയിൽ എയും ബിയും മൊത്തത്തിൽ നമുക്ക് ഇവിടെ കളേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ഒരു മൊത്തം സെറ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേസമയം നമുക്ക് എന്താണ് എ ഇന്റർസെക്ഷൻ ബി ആണ് കാണേണ്ടത്. എ ഇന്റർസെക്ഷൻ ബിനെ ഇതിൽ നിന്നും മൈനസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരെന്നെ? എ ഇന്റർസെക്ഷൻ ബിനെ. എ ഇന്റർസെക്ഷൻ ബിനെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എ യൂണിയൻ ബി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബിനെ മൈനസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എ യൂണിയൻ എന്ന് പറയുന്നത് ഈ ഒരു സെറ്റ് ഉണ്ട്. കാരണം എ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ മൊത്തത്തിലുണ്ട്. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ മൊത്തത്തിലുണ്ട്. പക്ഷെ ഏതാണ് മൈനസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? എ ഇന്റർസെക്ഷൻ ബിനെ മൈനസ് ചെയ്യുന്നത്. അതായത് ഇവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ നടുവിലത്തെ മിഡ് പോയിന്റ് നമുക്ക് ഇവിടെ മൈനസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഡയഗ്രം എന്ന് പറയുന്നത് എങ്ങനെ വരും? ദാ ഈ ഒരു രീതിയിൽ വരും. സെന്റർ പോർഷൻ അൺകളേർഡ് ആയിട്ട്. അപ്പൊ ഈ രണ്ട് ഡയഗ്രം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആണെന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് എ മൈനസ് ബി. എ മൈനസ് ബി നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇന്റർസെക്ഷൻ ബി മൈനസ് സി, അതെന്ന് പറയുന്നത് 5. നമുക്ക് കണ്ണടിച്ച് തന്നെ പറയാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, എ മൈനസ് ബി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വരും? ഒരു സൈഡ് മാത്രം, അതായത് എനെ മാത്രം കളർ ചെയ്തിട്ടാണ് വരിക. ഇനി എ ബി മൈനസ് എ എന്ന് പറയുമ്പോഴോ ബിനെ മാത്രം കളർ ചെയ്തിട്ടുള്ള സെക്ഷൻ ആണ് അല്ലേ. അപ്പൊ അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് അവിടെ വരുന്നില്ല. സോ അതെന്ന് പറയുന്നത് 5 ആണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഡയഗ്രാം വേണമെങ്കിൽ വെച്ച് കാണിച്ചു തരാം. ഇപ്പോ രണ്ട് ഡയഗ്രാം നമ്മൾ കൺസിഡർ ചെയ്യാണ് വെൻ ഡയഗ്രാം ആയിട്ട്. അതിൽ എ ഇന്റർസെക്ഷൻ
ഈ ഒരു പോർഷൻ മൊത്തത്തിൽ ഉണ്ടായിരിക്കും അല്ലെ. എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ടായിരിക്കും. ഇനി ബി മൈനസ് എ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരാം. ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെറ്റ് മൊത്തത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് നമ്മൾ എ ആണ്, ഇത് നമ്മുടെ ബി ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഇനി ബി മൈനസ് എ എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ തിരിച്ചല്ലേ, എ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റും ബി എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റും ബി മൈനസ് എ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, ബി മൈനസ് എ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ബി മൈനസ് എ ആണ് അല്ലേ, ബിന്ന് എയിൽ നിന്ന് മൈനസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വരും? ബി മൈനസ് എ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പോർഷൻ മാത്രമായിട്ട് വരും അല്ലേ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, രണ്ടിലും കോമൺ ആയിട്ടുള്ള ഇന്റർസെക്ഷൻ പോർഷൻ ഇവിടെ വരുന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ന് പറയാം, എ മൈനസ് ബി ഇന്റർസെക്ഷൻ ബി മൈനസ് എ എന്ന് പറയുന്നത് എന്തെന്ന് പറയാം? ഫൈവ് എന്ന് പറയാം. അതേസമയം യൂണിയൻ ആകുമ്പോൾ നമുക്ക് എന്താണ്, ഈ രണ്ടിനും കോമ്പിനേഷൻ ആയിട്ട് ഈ ഒരു സെറ്റും ഈ ഒരു സെറ്റായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്തെന്ന് പറയണത്, നമ്മുടെ ഈ ഒരു മൂന്ന് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ഓൾ ദി എബോവ് എല്ലാതും. ഈ മൂന്നെണ്ണം ഇവിടെ എന്താണ്, കറക്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ എ വൊക്കാബുലറി വിത്ത് ഓൺലി ഫോർ പ്രിപ്പോസിഷൻസ് എ ബി സി ആൻഡ് ഡി. അപ്പൊ ഇവിടെ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് പ്രിപ്പോസിഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഹൗ മെനി മോഡൽസ് ആർ ദർ ഫോർ ദ ഫോളോയിങ് സെന്റൻസ് ബി ആൻഡ് സി. ഓക്കെ, അപ്പൊ ഇതില് എത്ര മോഡൽസ് വരുന്നു എന്നാണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് പ്രിപ്പോസിഷന്റെ കേസ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 4 പ്രിപ്പോസിഷൻസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് 2 raised to 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 16 ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത് അല്ലെ. 16 നമ്പർ ഓഫ് പ്രിപ്പോസിഷൻസ് ആണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്, ടോട്ടൽ ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള ട്രൂത്ത് വാല്യൂസ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ നമുക്കറിയാം ബി ആൻഡ് സി ആണ് അല്ലെ. അപ്പൊ ബിയും സിയും നമുക്ക് ഫോൾസ് ആയിട്ട് വരുന്ന കേസ് അല്ലെ, ബിയും സിയും ഫോൾസ് ആയിട്ട് വരുന്ന കേസ് അല്ലെ. ആ ഫോൾസ് ആയിട്ട് വരുന്ന കേസ് അല്ലെങ്കിൽ ബിയോ അല്ലെങ്കിൽ സിയോ ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് ആയി വന്നാൽ നമുക്ക് എന്താണ്, ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഓൺലി വെൻ ബോത്ത് ബി ആൻഡ് സി ആർ ഫോൾസ്. അപ്പൊ ഫോൾസ് ആയിട്ട് വരുന്ന ആ ഒരു കേസിലാണ് നമുക്ക് പ്രിപ്പോസിഷൻ ബി ആൻഡ് സി എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ പ്രിപ്പോസിഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 raised to 2. ഓക്കെ, 2 raised to 2 is equal to 4. ഓക്കെ, 4 നല്ല വാല്യൂലാണ്, കാരണം ഈ രണ്ട് വാല്യൂസ് നമുക്ക് അവിടെ പോവാണ്. അപ്പൊ നമുക്ക് എയും ഡിയും മാത്രമേ ഉണ്ടായിരിക്കും അല്ലെ, എയും ഡിയും മാത്രം. ബിയും സിയും ഫോൾസ് ആകുമ്പോൾ എയും ഡിയും എന്ന് പറഞ്ഞിട്ടുള്ള ടു സ്റ്റേറ്റ്മെന്റ് ആണ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കെന്ന് പറയുന്നത് എത്രയാണ്, നമ്മുടെ വാല്യൂ 2 raised to 2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഇത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടില്ലേ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ആൻസർ 12. 12 മോഡൽസ് ആണ് അവിടെ പോസിബിൾ ആയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ രണ്ട് ക്വസ്റ്റ്യനും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ട്, what is the maximum cardinality of a relation R on a set S is equal to, അപ്പൊ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് എസ് ആണ്. എസിനെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. വൈ എക്സിനെ, എസിനകത്തുള്ള സെറ്റില് എക്സ് വൈ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, മൂന്ന് സെറ്റുകളുണ്ട്. സെറ്റ് റിലേഷൻ ആർ ഈസ് ആന്റി സിമെട്രിക്. ആന്റി സിമെട്രിക് എന്നുള്ള കേസിൽ നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു എസ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിനെ നമുക്ക് കിട്ടാനാണ്, എത്ര നമ്പർ ഓഫ് മാക്സിമം കാർഡിനാലിറ്റീസ് നമുക്ക് ഇവിടെ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, നമ്മുടെ ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് എക്സ് കോമ വൈ. ഓക്കെ, ഇത് നമുക്ക് ഒരു സെറ്റ് ആയിട്ട് ഒരു റിലേഷൻ ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്തെന്ന് പറയാം, എക്സ് കോമ സെഡ്, എക്സ് കോമ സെഡ്. ഇനി നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു സെറ്റും കൂടി ഉണ്ടായിരിക്കും ഇതിനകത്ത് അല്ലെ, വൈ കോമ സെഡ്. അപ്പൊ വൈ കോമ സെഡ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ റിവേഴ്സും കൂടെ നമുക്ക് ഇവിടെ ആന്റിസിമെട്രിക് ആയതുകൊണ്ട് പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, വൈ കോമ എക്സ്, അതുപോലെ തന്നെ സെഡ് കോമ എക്സ്, ദെൻ സെഡ് കോമ വൈ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് വീണ്ടും എഗെയിൻ 3 സെറ്റുകൾ കിട്ടി.
അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര റിലേഷൻസ് ഇവിടുന്ന് കിട്ടി? 6. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിന്റെ മാക്സിമം നമ്പർ ഓഫ് കാർഡിനാലിറ്റി ഓഫ് ദ റിലേഷൻ ആർ എസ് ഇസ് ഈക്വൽ ടു എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഓക്കെ, ഇൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ n സ്ക്വയർ പ്ലസ് n ഇസ് ഡാഷ് ഫോർ ഓൾ n ബിലോങ്സ് ടു n. ഈ n എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിന് ബിലോങ്സ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ n സ്ക്വയർ പ്ലസ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഈ ഒരു n സ്ക്വയറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തൊന്ന് എഴുതി നോക്കാം. n സ്ക്വയർ പ്ലസ് എന്നിനെ നമുക്ക് n ഇൻറ്റു n പ്ലസ് വൺ എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഇല്ലേ? n ഇൻറ്റു n പ്ലസ് വൺ. അത് നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് ഇൻറ്റു എന്ന് പറയുന്നത്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് n സ്ക്വയർ പ്ലസ് ഈ n ഇവിടെ വരും n. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് n ഇൻറ്റു n പ്ലസ് വൺ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇതെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലെ, അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് n ഇൻറ്റു n പ്ലസ് വൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം 1 ഇൻറ്റു 2. ഓക്കെ, 1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 2 തന്നെയാണ് റിസൾട്ട് കിട്ടുന്നത്. ഇനി 3 ഇൻറ്റു 2, അപ്പൊ 3 ഇൻറ്റു 2 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് റിസൾട്ട് കിട്ടും? നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി 1 2 3 4, 4ന്റെ അടുത്ത് എടുക്കുന്ന നമ്പർ എത്രയാണ്? 5 ആണ് അല്ലേ? അപ്പൊ 4 ഇൻറ്റു 5 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തിനു കിട്ടും? 20 കിട്ടും അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരെണ്ണം എന്താണ് ഈവൺ നമ്പറും ഒരെണ്ണം എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. പക്ഷെ നമുക്ക് അതിന്റെ റിസൾട്ട്, ആ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കിട്ടണത് എന്താണ്? എഗെയിൻ ഒരു ഈവൺ നമ്പറാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഇത് ഓഡ് നമ്പറും ഇത് നമുക്ക് ഈവൺ നമ്പറും ആണെങ്കിൽ കൂടെ നമുക്ക് അതിന്റെ പ്രൊഡക്റ്റിന്റെ സമ്മ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈവൺ നമ്പറാണ്. സോ നമുക്ക് ആൻസർ എന്താണ്? ഈവൺ ആണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസും നമുക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കണം. താങ്ക് യു.